ഹായ് ഗൈസ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ഓൾറെഡി ഇതിന്റെ പാർട്ട് 1 കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് പാർട്ട് 2 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസീസ് ഓഫ് ഡ്രൈ റോട്ട് ഇൻ ടിംബർ ഈസ് കോസ്ഡ് ബൈ. ടിംബറിൽ ഉണ്ടാകുന്ന ഡ്രൈ റോട്ട് എന്ന് പറയുന്ന ഡിസീസ് എന്ത് കാരണമാണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ മെയിൻലി ടിംബറിൽ പല പല ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് സീസണിങ് കാരണം ഡിഫക്ട്സ് ഉണ്ടാകാറുണ്ട്. സീസണിങ് എന്ന് പറയുന്നത് ടിംബറിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. സോ സീസണിങ് കാരണം ഡിഫക്ട്സ് ഉണ്ടാകാം, നാച്ചുറൽ റിസോഴ്സസ് കാരണം ഡിഫക്ട്സ് ഉണ്ടാകാം, ഫംഗൈ അറ്റാക്ക് കാരണം ഡിഫക്ട്സ് ഉണ്ടാകാം, പിന്നെ ടിംബർ കൺവേർഷൻ ടൈമിലും ഡിഫക്ട്സ് ഉണ്ടാകാം. അതായത് ടിംബറിനെ ഒരു ഫോമിൽ നിന്നും വേറെ ഷേപ്പിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അതുവഴി അതിനകത്ത് മാർക്സ് ഒക്കെ ഉണ്ടാകുകയാണ് ടിംബറിന്റെ സർഫസിലെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്നത്. അതായത് കൺവേർഷന്റെ സമയത്തും ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ ഒരു ഡിഫക്റ്റ് ആണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്നത്. സോ ഈ ഡ്രൈ റോട്ട് എന്ന് പറയുന്ന ഡിഫക്റ്റ് എന്ത് കാരണമാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഡ്രൈ റോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഫംഗൈ ഡിഫക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ഫംഗൈ ഡിഫക്ട്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഫിഗേഴ്സും തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡ്രൈ റോട്ടിനെ കുറിച്ചാണ്. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞത്, ഡ്രൈ റോട്ട് നോക്കുകയാണെങ്കിൽ ഫോംഡ് വേർ ദർ ഈസ് നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. എവിടെയാണോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ ഇല്ലാത്തത് അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഡ്രൈ റോട്ട് സംഭവിക്കുന്നത്. എന്താ അവിടെ എന്ത് ചെയ്യും, ഫംഗൈ കൺവേർട്ട്സ് ഇറ്റ് ഇൻടു ഡ്രൈ പൗഡർ ആയിട്ട് കൺവേർട്ട് ആവും. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് തന്നിരിക്കുന്നത്, ലാക്ക് ഓഫ് വെന്റിലേഷൻ. ലാക്ക് ഓഫ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ ഇല്ല എന്നാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഡ്രൈ റോട്ട് എന്ത് കാരണം ഉണ്ടാകുന്നത്, ലാക്ക് ഓഫ് വെന്റിലേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്ലൂ സ്റ്റെയിൻ. ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗൈ ഡിഫക്റ്റ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, സാപ്പിന്റെ ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. ബ്രൗൺ റോട്ട് ആണെങ്കിൽ അവിടെ സെല്ലുലോസിന്റെ റിമൂവലും, വൈറ്റ് റോട്ടിൽ അത് റിമൂവൽ ഓഫ് ലിഗ്നിനും ഒക്കെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് വെറ്റ് റോട്ട് ആണ്. വെറ്റ് റോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. വെറ്റ് റോട്ട് ആണ് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കാരണം ഉണ്ടാകുന്നത്. റിമൂവൽ ഓഫ് സെല്ലുലോസ് കാരണം ഉണ്ടാകുന്നത് ഏതാണ്, ബ്രൗൺ റോട്ട്. ഈ ജസ്റ്റ് ഒന്ന് ഈ ഡിസീസസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഡിയൽ ഫൈബേഴ്സ് എക്സ്റ്റെൻഡഡ് ഫ്രം പിത്ത് ടു കേംബിയം. പിത്തിൽ നിന്നും കേംബിയത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന റേഡിയൽ ഫൈബേഴ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അതിൽ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ട്രീയുടെ ക്രോസ് സെക്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ട്രീയുടെ ക്രോസ് സെക്ഷനിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷൻ, ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഇന്നർമോസ്റ്റ് പോർഷനെ പറയുന്ന പേരാണ് പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. ദാറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രീ ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ്. അതായത് പ്ലാന്റിന്റെ യങ് സ്റ്റേജിൽ അതിന് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിത്ത് യൂസ് ആവും. പക്ഷേ എപ്പോഴാണ് ഒരു പ്ലാന്റ് ട്രീ ആയിട്ട് ഫുള്ളി കൺവേർട്ടഡ് ആവുന്നത്, അതിനുശേഷം ഈ പിത്തിന് അതിന്റെ ഗ്രോത്തിൽ ആക്റ്റീവ് റോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിന്റെ ഫലമായിട്ട് പിത്ത് കുറച്ചുനാൾ കഴിയുമ്പം ഡീക്കേ ആയി പോവാറുണ്ട്. അതാണ് പിത്ത് അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറയുന്നത്. പിത്ത് കഴിഞ്ഞാൽ അടുത്തുള്ളത് ഹേർട്ട് വുഡ് ആണ്. നെക്സ്റ്റ് പിത്തിന്റെ ചുറ്റുമായിട്ടുള്ളത് എന്താണ്, ഹേർട്ട് വുഡ് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ പിത്ത് ആണ്. ഇത് ഓർത്ത് വെക്കുക നിങ്ങൾ, ഹേർട്ട് വുഡ് ഹാർഡ് വുഡ് HH എന്ന് ഓർക്കുക. അതായത് ട്രീയുടെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഹേർട്ട് വുഡ് എന്ന് പറയുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആയിരിക്കും. ഇത് ഭയങ്കര സ്ട്രോങ്ങും അതേപോലെ ഡാർക്ക് ഇൻ കളറും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹേർട്ട് വുഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാപ്പ് വുഡ് ആണ്. സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഹേർട്ട് വുഡിനും കേംബിയം ലെയറിനും ഇടയ്ക്കുള്ള, അതായത് ഈ ഹേർട്ട് വുഡിനും അതേപോലെ ഈ കേംബിയം ലെയറിനും ഇടയ്ക്കുള്ള ആ ഒരു പോർഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാപ്പ് വുഡ് എന്ന് പറയുന്നത്. സാപ്പ് വുഡിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്, സാപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്താണ് സാപ്പ്? സാപ്പ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് സൊല്യൂഷൻ ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സോയിലിൽ നിന്നുള്ള മിനറൽ ന്യൂട്രിയൻസും അതേപോലെ ഷുഗർ അതങ്ങനെയുള്ള മിനറൽസിനെയെല്ലാം ട്രീയുടെ ലിവിങ് പാർട്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സാപ്പിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സാപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ട്രീ. നെക്സ്റ്റ് സാപ്പ് വുഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കേംബിയം ലെയർ ആണ്. കേംബിയം ലെയർ എന്ന് പറയുന്നത് ഫ്രഷ് സാപ്പിന്റെ ഒരു തിൻ ലെയർ ആണ് കേംബിയം. അതായത് പിന്നീട് കേംബിയം ആണ് സാപ്പ് വുഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
സാപ്വുഡ് കേമ്പിയം ലെയറിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്നർ ബാർക്ക് ആയിരിക്കും. ഇത് ഇന്നർ ബാർക്കിനും ഔട്ടർ ബാർക്കിനും എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ കേമ്പിയം അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് വന്നാൽ അത് അതിന്റെ കേമ്പിയം ലെയറിന്റെ സെല്ലുകൾ നശിച്ചു പോവുകയും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാനുള്ള ട്രീ മൊത്തത്തിൽ നശിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആണ് കേമ്പിയം ലെയർ. കേമ്പിയം ലെയർ കഴിഞ്ഞ് കേമ്പിയം ലെയറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഇന്നർ ബാർക്ക് ഉണ്ട്. ഇത് ഇന്നർ സ്കിൻ ഓഫ് ട്രീ ആണ് നമ്മൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഔട്ടർ ബാർക്ക്. നമ്മൾ ആ പുറത്ത് കാണുന്ന കട്ടിയുള്ള പോർഷൻ ആണ് ഔട്ടർ ബാർക്ക്. ദാറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സ്കിൻ ഓഫ് ദി ട്രീ ആൻഡ് കണ്ടെയ്ൻസ് വുഡ് ഫൈബേഴ്സ്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് മെഡുലറി റേസ്. എന്താണ് മെഡുലറി റേസ്? നമ്മളിവിടെ കണ്ടു, പിത്തിൽ നിന്നും കേമ്പിയം ലെയറിലേക്ക് എന്തുണ്ട്, റേഡിയൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ റേഡിയൽ ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഡുലറി റേസ്. ദാറ്റ് ഈസ് ദ തിൻ റേഡിയൽ ഫൈബേഴ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം പിത്തി ടു കേമ്പിയം ലെയേഴ്സ്. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സർക്കുലർ റിങ്സ് കാണിച്ചിട്ടില്ലേ, ആ റിങ്സിനെ പറയുന്ന പേരാണ് ആനുലാർ റിങ്സ് എന്ന്. ഓക്കെ, ഇതാണ് ഒരു ട്രീയുടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റേഡിയൽ ഫൈബേഴ്സ് എക്സ്റ്റെൻഡഡ് ഫ്രം പിത്തി ടു കേമ്പിയം ഈസ്. പിത്തിന്ന് കേമ്പിയത്തിലുള്ള റേഡിയൽ ഫൈബേഴ്സിന് നമ്മൾ എന്താണ് പറയുന്നത്? മെഡുലറി റേസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫെക്ട്സ് ഒക്കർ ഇൻ ദ സീസണിങ് പ്രോസസ് ഓഫ് ഫുഡ്? സീസണിങ് പ്രോസസ് ഓഫ് ഫുഡിന്റെ സമയത്ത് ഏത് ഡിഫക്റ്റ് ആണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡിഫക്റ്റ് ആണ് സംഭവിക്കുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടിമ്പറിൽ പല ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സീസണിങ് കാരണം, നാച്ചുറൽ റിസോഴ്സസ് കാരണം, ഫംഗി അറ്റാക്ക് കാരണം ഒക്കെ. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന്? നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോ എന്താണെന്ന് അറിയില്ല. ബ്രൗൺ റോട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ഫംഗി അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. അതേപോലെ സാപ്പ് സ്റ്റെയിനും ഫംഗി അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ബ്ലൂ സ്റ്റെയിനും ഫംഗി അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. സോ റിമൈനിങ് ഓപ്ഷൻ എന്താണ്? ബോയാണ് സീസണിങ് പ്രോസസ് ഓഫ് ഫുഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ഇവിടെ കുറച്ച് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് തന്നിട്ടുണ്ട്. അതായത് എന്താണ് ബോ? സീസണിങ് ചെയ്യുന്ന സമയത്ത് ഒരു ടിമ്പറിന്റെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ അതിനൊരു കർവേച്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബോ എന്ന്. അതല്ല, അതിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ വിഡ് വൈസ് ഡയറക്ഷനിലാണ് അതിന്റെ ഒരു വളവ് ഉണ്ടാകുക. അതായത് കർവേച്ചർ നമ്മൾ തടി വളഞ്ഞു പോവാന്ന് പറയത്തില്ലേ, കർവേച്ചർ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കപ്പ് എന്ന്. അതേപോലെ അതിന്റെ തിക്നെസിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്നത് നമുക്ക് ക്രൂക്ക് എന്ന്. ട്വിസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ വളഞ്ഞു പോവുകയാണെങ്കിൽ ട്വിസ്റ്റ്, പിന്നെ അകത്ത് ഇങ്ങനെ സ്പ്ലിറ്റ്സ് ഒക്കെ ഉണ്ടാകും, സ്പ്ലിറ്റ്സ് ആൻഡ് ചെക്സ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്. ഓക്കെ, ഇതിൽ ബോ, ക്രൂക്ക് ആൻഡ് കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഓർത്ത് വെക്കുക. അടുത്തത്, the solution of salts from soil absorbed by the trees which becomes a viscous solution is known as. അതായത് സോയിലിൽ നിന്ന് സോൾട്ട് സൊല്യൂഷൻ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ട്രീ അബ്സോർബ് ചെയ്തിട്ട് അതൊരു വിസ്കസ് സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ വിസ്കസ് സൊല്യൂഷനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിനറൽ ന്യൂട്രിയൻസിനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രീക്കകത്തുള്ള വിസ്കസ് സൊല്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് സാപ്പ്. സാപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? കേമ്പിയം ലെയറിനും ഹേർഡ് വുഡിനും ഇടയ്ക്കുള്ള പോർഷൻ ആണ് സാപ്പ് അല്ലെങ്കിൽ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ട്രാൻസ്പോർട്ട് വൈറ്റൽ മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് ഷുഗേഴ്സ് ടു ഓൾ ദ ലിവിംഗ് പാർട്സ് ഓഫ് ദി ട്രീ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഹാർഡസ്റ്റ് വുഡ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹാർഡസ്റ്റ് വുഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ്, ഈ മെയിൻലി നമുക്ക് ട്രീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോജീനിയസ് ട്രീസും എൻഡോജീനിയസ് ട്രീസും. അതിൽ എന്താണ് എക്സോജീനിയസ് ട്രീസ്? ഇപ്പോ ഈ പോർഷൻ നമുക്ക് എന്ത് പറയാം? ട്രങ്ക് എന്ന് പറയാം. ഈ ട്രങ്കിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലോട്ടാണ് ട്രീയുടെ ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് എക്സോജീനിയസ്. എക്സോ മത്ലബ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ, ഇതൊക്കെ പറയാൻ എക്സോ ഉപയോഗിക്കുന്നത്. സോ ട്രങ്കിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലോട്ടാണ് ട്രീ ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പറയാം എന്ത്? എക്സോജീനിയസ്. ഇതിപ്പോ നടുക്ക് ട്രങ്ക് ആണെങ്കിൽ അതിൽ നിന്ന് ഔട്ട്വേർഡ് ഡയറക്ഷനിലല്ലേ ഇതിന്റെ ഗ്രോത്ത് നടന്നിരിക്കുന്നത്. ഇത് എക്സോജീനിയസ് ട്രീ. അപ്പൊ എന്തായിരിക്കും എൻഡോജീനിയസ്? സംതിങ് എൻഡോ മീൻസ് ഇൻവേർഡ് ഡയറക്ഷൻ. എന്താണ്? ഇപ്പൊ ഒരു ബാംബു എടുക്കുകയാണ്. ബാംബുവിന്റെ കേസിൽ ഇത് ട്രങ്കിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിൽ അതിന് ഗ്രോത്ത് ഇല്ല. അത് നോർമൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അതിന്റെ ഗ്രോത്ത് പറയുന്നത്. അതിനെ പറയുന്നതാണ് നമ്മൾ എന്ത്? എൻഡോജീനിയസ് ട്രീ. എൻഡോജീനിയസ് ട്രീയുടെ എക്സാമ്പിൾ എന്താണ്?
ബാംബു, കെയിൻ, പാം, ഇതൊക്കെ എന്താ ട്രങ്കിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവേർഡ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എൻഡോജീനിയസ് ട്രീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ എക്സോജീനിയസ് ട്രീസിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോണിഫർ ട്രീസ് എന്നും ഡെസിഡുവസ് ട്രീസ് എന്നും. എന്താണ് കോണിഫറസ് ട്രീ? കോണിഫറസ് ട്രീ എന്ന് പറയുന്നത് പേരിൽ നിന്ന് തന്നെ അറിയാം, കോണിഫറസ്, കോൺ, അതായത് ട്രീയുടെ അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺ ഷേപ്പിലായിരിക്കും. അതിനാണ് നമ്മൾ കോണിഫറസ് ട്രീ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ലാർജ് എമൗണ്ട് ഓഫ് സാപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് വുഡ് ട്രീസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ്? ചെറ്, പൈൻ ഒക്കെ, അതിനൊക്കെ കോണിഫർ ട്രീസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഡെസിഡുവസ് ട്രീസ്. ഡെസിഡുവസ് ട്രീസ് എന്ന് പറയുന്നത് ഒരു ഡെസിഡുവസ് ട്രീ ആണ്. അതെന്ന് പറയുന്നത് ഹാർഡ് വുഡ് ട്രീസ് ആണ്. നമ്മൾ നോർമലി എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രീസ് അല്ല, എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഡെസിഡുവസ് ട്രീസിന് അണ്ടറിൽ വരുന്നതാണ്. എക്സാമ്പിൾ തേക്ക്, ഓക്ക്, ബബൂൾ ഒക്കെ ട്രീസ് എല്ലാം ഡെസിഡുവസ് ട്രീസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഏതിനൊക്കെ അണ്ടറിൽ വരുന്നതാണെന്ന്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ ഏതാണ് ഹാർഡസ്റ്റ് വുഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹാർഡസ്റ്റ് വുഡ് എന്ന് പറയുന്നത് ശീശമാണ്. തേക്കും ചെറും ബബൂളിലും ഒക്കെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് ശീശമാണ്. നെക്സ്റ്റ്, ദ ഏജ് ഓഫ് ട്രീസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ. ഒരു ട്രീയുടെ ഏജ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ ട്രീയുടെ ക്രോസ് സെക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സർക്കുലാർ റിങ്സ് കാണും, കവർ ചെയ്ത് ഇങ്ങനെ സർക്കുലാർ റിങ്സ് ഉണ്ട്. ഈ സർക്കുലാർ റിങ്സിനെ പറയുന്ന പേര് എന്തായിരുന്നു? ആനുലാർ റിങ്സ്. ഈ ആനുലാർ റിങ്സിനെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ട്രീയുടെ ഏജ് മനസ്സിലാക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കൗണ്ടിങ് ദ നമ്പർ ഓഫ് ആനുലാർ റിങ്സ്. നെക്സ്റ്റ് വൺ, when a part of tree is affected by dry rot, the unaffected portion of the tree should be painted with a solution of. ഒരു പാർട്ട് ഓഫ് ട്രീ ഡ്രൈ റോട്ട് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ അതിന്റെ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ആ പോർഷനിൽ നമുക്ക് എങ്ങനെ ഫംഗൈ അറ്റാക്കിൽ നിന്നും പ്രിവെന്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ വെച്ച് പെയിന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബാക്കി ഒരു പോർഷനിൽ നിന്നും അൺഅഫക്റ്റഡ് പോർഷനെ ഫംഗൈ അറ്റാക്കിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് വൺ, ഇൻ പെയിന്റ്സ് പിഗ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ. പെയിന്റ്സിൽ പിഗ്മെന്റിന്റെ യൂസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് പെയിന്റിലുള്ള മെയിൻ കമ്പോണൻസും അതിന്റെ ഫംഗ്ഷൻസും നോക്കാം. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ബേസ്. ബേസ് എന്ന് പറയുന്നത് ഏറ്റവും ബൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പെയിന്റിൽ കാണപ്പെടുന്ന എമൗണ്ടിൽ കാണപ്പെടുന്ന പോർഷൻ എന്ന് പറയുന്നത് ബേസ് ആണ്. പെയിന്റിന്റെ ഒപ്പേക്നെസ്സും ഹാർഡ്നെസ്സും കൊടുക്കുന്നത് ബേസ് ആണ്. അതിന്റെ എക്സാമ്പിൾ വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അലൂമിനിയം പൗഡർ, ലിത്തോഫോൺ ഒക്കെ ബേസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈൻഡർ. ബൈൻഡർ എന്ന് പറയുന്നത് ബൈൻഡ് ചെയ്ത് വെക്കുക, അല്ലെ? ദാറ്റ് കീപ്സ് ദ പിഗ്മെന്റ് ആൻഡ് അതർ കമ്പോണൻസ് ഓഫ് എ പെയിന്റ് ഇൻ സൊല്യൂഷൻ. ബൈൻഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ് ആണ് എന്ത്? ബൈൻഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലിൻസീഡ് ഓയിൽ, പോപ്പി ഓയിൽ, തങ്ക് ഓയിൽ ഒക്കെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രയർ. എന്തായിരിക്കും? പേരിൽ നിന്ന് ഡ്രൈ ചെയ്യാൻ, എന്ത് പെയിന്റ് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഡ്രയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കൊബാൾട്ട്, ലെഡ്, മാംഗനീസ് ഡിസോൾഡ് ഇൻ വോളറ്റൈൽ ലിക്വിഡ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ. ഇതെന്താണ്? ടു അഡ്ജസ്റ്റ് ദ വിസ്കോസിറ്റി ഓഫ് ദ പെയിന്റ്. അതായത് പെയിന്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൂസ് ആക്കണോ, അല്ലെങ്കിൽ ഇത് കട്ടി ഇപ്പം ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന പെയിന്റ് നമുക്ക് സർഫസിൽ അപ്ലൈ ചെയ്യാൻ പാടുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തിന്നർ അപ്ലൈ ചെയ്ത് അതിനെ ഒരു പ്രോപ്പർ വിസ്കോസിറ്റിയിലേക്ക് കൊണ്ടുവരും. നമുക്ക് ബോളിലൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ടർപ്പന്റൈന്, വാട്ടർ, നാഫ്ത ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിഗ്മെന്റ്. പിഗ്മെന്റ് എന്താണ്? വിച്ച് പ്രൊവൈഡ്സ് കളർ. കളർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ്, കോപ്പർ സൾഫേറ്റ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിഗ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്? ടു പ്രൊവൈഡ് കളർ. Next, the commonly used base for timber painting is. ടിംബർ പെയിന്റിങ്ങിന് കോമൺലി യൂസ് ചെയ്യുന്ന ബേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ബേസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ബേസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അലൂമിനിയം പൗഡർ ഒക്കെ. അതേപോലെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. സിങ്ക് വൈറ്റ്,
റെഡ് ലെഡ്, ടൈറ്റാനിയം വൈറ്റ്, വൈറ്റ് ലെഡ് ഒക്കെ. ഇതിൽ ഏതാണ് നമ്മൾ ടിമ്പർ പെയിന്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്? ടിമ്പർ പെയിന്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വൈറ്റ് ലെഡ് ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് ലെഡ് നമ്മൾ ടിമ്പർ പെയിന്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റീലിലൊന്നും വൈറ്റ് ലെഡ് യൂസ് ചെയ്യാറില്ല. റെഡ് ലെഡ് ആണ് സ്റ്റീലിന്റെ കേസസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് ലെഡ് ടിമ്പറിന്റെ കേസിലും റെഡ് ലെഡ് സ്റ്റീലിലുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് സബ്സ്റ്റൻസ് ആക്സിലറേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ്? ഡ്രൈയിങ് പ്രോസസ് ആക്സിലറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്രയർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, സിങ്ക് ഓക്സൈഡ് ഈസ് എ പിഗ്മെന്റ് ഹാവിംഗ് കളർ. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ്. സിങ്ക് ഓക്സൈഡ്, പിന്നെ എന്തൊക്കെയായിരുന്നു, കോപ്പർ സൾഫേറ്റ്, ഇതെല്ലാം പിഗ്മെന്റ്സ് ആണ്. അതിൽ സിങ്ക് ഓക്സൈഡ് ഏത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഒരു ടേബിള്, അതിനകത്ത് കുറച്ച് പിഗ്മെന്റ്സ് അതിന്റെ കളേഴ്സും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സിങ്ക് ഓക്സൈഡ് ആണെങ്കിൽ വൈറ്റ് കളർ, കോപ്പർ സൾഫേറ്റ് ഗ്രീൻ, റെഡ് ലെഡ് റെഡ്, ബേൺ ചെയ്യുകയാണെങ്കിൽ ബ്രൗൺ, ഇൻഡിഗോ ആണെങ്കിൽ ബ്ലൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ഏത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വൈറ്റ് കളർ. ഇതിൽ കോപ്പർ സൾഫേറ്റും റെഡ് ലെഡും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ മൂന്നെണ്ണം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ പെയിന്റ് ഫിലിം ഫ്രം ദ സർഫസ് ഈസ് നോൺ ആസ്. സോ പെയിന്റ് ചെയ്ത സർഫസിൽ നിന്ന് പെയിന്റ് ഫിലിം ഡിറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡിഫക്ട്സ് ഇൻ പെയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ഫ്ലേക്കിങ്ങിന്റെ ഫിഗർ. അതായത് സം പോർഷൻ ഓഫ് ദ പെയിന്റ് ഫിലിം ഈസ് നോട്ട് സ്റ്റിക്ക് പ്രോപ്പർലി വിത്ത് ദ സർഫസ്. കുറച്ച് പ്രോപ്പർലി സ്റ്റിക്ക് ആവില്ല. അതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കാം? അത് പീൽ ഓഫ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ പെയിന്റും നമ്മൾ പെയിന്റ് ചെയ്ത ആ സർഫസും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്ഹഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ഇവിടുന്ന് പീൽ ഓഫ് ചെയ്തിട്ട് പെയിന്റിന്റെ ആ ഒരു ഫിലിം സെപ്പറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലേക്കിംഗ് എന്ന്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലിസ്റ്ററിങ്. എന്താണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു സർഫസിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആ സർഫസിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ പെയിന്റിന്റെ ആ ലെയറിനും സർഫസിനും ഇടയ്ക്കായിട്ട് വേപ്പേഴ്സ്, വാട്ടർ വേപ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. ആ വാട്ടർ വേപ്പേഴ്സിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? പെയിന്റ് സർഫസിൽ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് പെയിന്റ് ലെയറിന്റെ അകത്തായിട്ട് ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. അതിനെ പറയുന്ന പേരാണ്, കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്തിരിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് എന്ത്? ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ചോക്കിംഗ്. എന്താണ് ചോക്കിംഗ്? ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ? ഫോർമേഷൻ ഓഫ് വൈറ്റ് പൗഡർ ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഓയിൽ ഇൻ പ്രൈമർ. പ്രൈമറിൽ ഇൻസഫിഷ്യന്റ് ഓയിൽ ഇല്ലെങ്കിൽ പെയിന്റിൽ നിന്ന് എന്ത് സംഭവിക്കും? വൈറ്റ് പൗഡർ ജനറേറ്റ് ചെയ്യും. അതിനെയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂമിംഗ്. ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ഡൾ പാച്ചസ് ഫോം ചെയ്യാറുണ്ട്. അതായത് ചിലടത്ത് ബ്രൈറ്റ് കളർ, ചിലടത്ത് ഡൾ ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെ ഭിത്തിയിൽ കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ബ്ലൂമിംഗ് എന്ന്. ബ്ലൂമിംഗ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പെയിന്റിന്റെ ക്വാളിറ്റി നല്ലതല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ ഇല്ല. ഈ സമയങ്ങളിലാണ് ബ്ലൂമിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് റണ്ണിങ്. റണ്ണിങ് എന്ന് വെച്ചാൽ സപ്പോസ് നമ്മൾ പെയിന്റ് ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആണ്. അങ്ങനെ സ്മൂത്ത് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെയിന്റ് നമ്മൾ ഒരിടത്ത് പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺസ് ബാക്ക് ചെയ്യും. അതുപോലെ ചില പോർഷൻ അത് എന്ത് ചെയ്യും? അൺകവേർഡ് ആയിരിക്കും, പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ പറയുന്നതാണ് റണ്ണിങ് എന്ന്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിംഗ്ലിംഗ്. റിംഗ്ലിംഗ് എന്താണ്? റിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മൾ തിക്ക് ലെയർ ഓഫ് പെയിന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് റിംഗ്ലിംഗ് ഉണ്ടായിരുന്നത്. ഒരു ചുക്കിച്ചുളഞ്ഞു പോലെ ഇരിക്കുക എന്ന് പറയും. അതാണ് റിംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് കുറച്ച് ഡിഫക്ട്സ് ഇൻ പെയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ പെയിന്റ് ഫിലിം ഫ്രം ദ സർഫസ് ഈസ് നോൺ ആസ്. സർഫസിൽ നിന്ന് പെയിന്റ് ഡിറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ്, ദ ഡ്രയർ ഇൻ ആൻ ഓയിൽ പെയിന്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. എന്തിനാണ് ഡ്രയർ യൂസ് ചെയ്യുന്നത്? സർഫസ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ഡ്രൈ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രയർ പെയിന്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും. എത്രയിൽ, അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ മാത്രമേ നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റൂ. സോ എത്ര എമൗണ്ട് വരെ യൂസ് ചെയ്യാം? 10% വരെ യൂസ് ചെയ്യാം. ഷുഡ് നോട്ട് ബി മോർ ദാൻ 10%. നെക്സ്റ്റ് വൺ, ഡിസ്റ്റംബർ ഈസ് യൂസ്ഡ് ടു കോട്ട്. ഡിസ്റ്റംബർ എന്ത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ്. സോ എന്താണ് ഡിസ്റ്റംബർ?
പെയിന്റിന്റെ ഒരു ചീപ്പർ ഓപ്ഷനെയാണ് നമ്മൾ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. ചോക്കിന്റെയും ക്ലീൻ വാട്ടറിന്റെയും മിക്സ്ചർ ആയിരിക്കും ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമർ, നോർമൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൈമറിന്റെ ആവശ്യമുണ്ട്. ഭിത്തിയിൽ ആദ്യം പ്രൈമർ അടിക്കും, അതിനുശേഷമാണ് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഡിസ്റ്റംബർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സിമെന്റ് ബോളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഔട്ട്സൈഡ് വാൾസിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം സൺലൈറ്റും റെയിൻ വാട്ടറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് പീൽ ഓഫ് ചെയ്യാനും അതുപോലെ ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റംബർ എങ്ങനെയുള്ള ഏരിയയിൽ യൂസ് ചെയ്യാം? ഇന്റീരിയർ സർഫസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ, അങ്ങനെയുള്ള സർഫസിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടെമ്പററി സർഫസിൽ നമുക്ക് ഡിസ്റ്റംബർ യൂസ് ചെയ്യാം. കാരണം ഇതിന്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. നെക്സ്റ്റ് വന്ന് പുട്ടി ഈസ് മെയ്ഡ് ഓഫ്. പുട്ടി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് ചോദിക്കുന്നത്. എന്താണ് പുട്ടി എന്ന് പറയുന്നത്? നമ്മുടെ ഒരു സപ്പോസ് ഒരു ഭിത്തിയിൽ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലുള്ള ഹോൾസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പുട്ടി എന്ന് പറയുന്ന മെറ്റീരിയൽ. ഒരു ഫില്ലർ അല്ലെങ്കിൽ ഒരു സീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ഹൈ പ്ലാസ്റ്റിസിറ്റി ഉള്ള ക്ലേ പോലെ ടെക്സ്ചർ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പുട്ടി എന്ന് പറയുന്നത്. പുട്ടി എന്ന് പറയുന്നത് പൗഡേർഡ് ചോക്കിന്റെയും റോ ലിൻസീഡ് ഓയിലിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ പുട്ടി എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഇവിടെ ഡിസ്റ്റംബർ എന്ന് പറയുന്നതും ചോക്ക് തന്നെയാണ്. ചോക്കും വാട്ടറൂടെ ചേർന്നാണ് ഡിസ്റ്റംബർ. പുട്ടി എന്ന് പറയുന്നത് ചോക്കും ലിൻസീഡ് ഓയിലും ചേർന്നാണ് പുട്ടി. ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സോ ഇതോടുകൂടി ഇന്ന് സെക്ഷൻ കഴിഞ്ഞു. താങ്ക് യു.